ഇത്രയും ബാലിശമായി ഇത്രയും ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത്? ഞാനതിനെ പുച്ഛത്തോടു കൂടി അവഗണിക്കുന്നു. ഇപ്പോൾ കൊല്ലം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന കണ്ടെത്തൽ. അപ്പോൾ കൊല്ലം ചൂടിനൊപ്പം തന്നെ ഇലക്ഷൻ ചൂടും നല്ല രീതിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഞാനിപ്പോഴുള്ളത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് ഒപ്പമാണ്. അദ്ദേഹത്തോട് ഈ ഇലക്ഷൻ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സാർ, കഴിഞ്ഞ 2 തവണയും വിവിധ മാധ്യമങ്ങളുടെ പ്രതിനിധിയായി ഞാൻ താങ്കളെ ഇലക്ഷൻ സമയത്ത് വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് കണ്ടതിൽ കൂടുതലൊരു ആത്മവിശ്വാസം ഇപ്പോൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? M മുകേഷ് എതിർ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ? M മുകേഷ് സ്ഥാനാർത്ഥിയായതുകൊണ്ടല്ല. ഒരിക്കലും ഞാൻ ഒരു സ്ഥാനാർത്ഥിയെയും അതിൻ്റെ ഗൗരവം കുറഞ്ഞു കാണുന്നില്ല. മുകേഷ് നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്, ഒരു സംശയവും ഉണ്ട് കാര്യത്തിൽ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന് ആധാരമായ കാര്യം ഒന്ന് രാഷ്ട്രീയമാണ്. നമ്മൾ ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ ദേശീയ തലത്തിലൊരു മതേതര ജനാധിപത്യ ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ ആരാ നേതൃത്വം കൊടുക്കേണ്ടത്? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മതേതര ചേരിയാണ് നമ്പർ 1 പ്രിഫറൻസ്. മറ്റൊരു ബദൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. CPM പോലും അത് നന്നായിട്ടറിയാം. സീതാറാം യെച്ചൂരി അടക്കമുള്ള CPM കേന്ദ്ര നേതൃത്വത്തിനറിയാം. അപ്പോൾ ദേശീയ തലത്തിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്തിടുക, AICC ഓഫീസിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുക, അവരുടെ പണം പിടിച്ചെടുക്കുക, ഒരു ജനാധിപത്യ രാജ്യത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള നടപടികളാണ് BJP ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ അതിജീവിച്ച് പോയാൽ മാത്രമേ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കൂ, ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കൂ. അതിനെ അതിജീവിച്ചൊരു ബദലായി മാറാൻ കഴിയുന്നവർക്ക് കോൺഗ്രസിനാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ചേരിയുടെ സാധ്യത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ഇത് നല്ലതുപോലെ CPM അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മതേതര ചേരിക്ക് അനുകൂലമായിട്ടുള്ളൊരു പൊതുവികാരം രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട്. നമ്പർ 1. 2, ഈ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരം തന്നെയാണ്. നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ഫീൽഡിൽ ഇറങ്ങിയാൽ മനസ്സിലാക്കാൻ പറ്റും. 7 മാസമായി പെൻഷൻ കിട്ടാത്ത പാവപ്പെട്ട നമ്മുടെ അമ്മമാരും സഹോദരിമാരും, ശമ്പളം പോലും കൃത്യതയോടുകൂടി കിട്ടാത്ത KSRTC ജീവനക്കാർ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ പോയാൽ ഇന്നലെ വരെ സൗജന്യ നിരക്കിൽ സാധനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് 25% അധികരിച്ച വിലവർധന. ഇതൊക്കെയാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പോലും അവരുടെ ക്ഷാമബദ്ധ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ശമ്പളം പോലും കഴിഞ്ഞ മാസം 6 ദിവസം താമസിച്ചാണ് കൊടുത്തത്. അതും പല സ്ഥലത്തും ഗഡുക്കളായിട്ടാണ് കൊടുത്തത്. ഇങ്ങനൊരവസ്ഥ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. എന്നിട്ട് മറുഭാഗത്ത് കാണിക്കുന്ന ധൂർത്തും അഴിമതിയും പാഴ്ചെലവും ക്രമക്കേടും കെടുകാര്യസ്ഥതയും ജനങ്ങൾ കാണുന്നില്ലേ? സംസ്ഥാനത്തെ ക്രിമിനൽ വൽക്കരിക്കുന്നതിന് വേണ്ടി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ബോംബ് നിർമ്മാണം എന്ത് സന്ദേശമാണ് CPM നൽകുന്നത്? ഇപ്പോൾ ഒരു പരിഷ്കൃത ജനാധിപത്യ യുഗത്തിൽ ഒരു പാർട്ടി, അതൊരു ഇടതുപക്ഷ പാർട്ടി, ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ? ആളെ കൊല്ലാൻ വേണ്ടി ഉദ്ദേശത്തോടെ. അപ്പോൾ ആളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം ഇതാണോ രാഷ്ട്രീയം? അപ്പോൾ ഈ ഗവൺമെൻറ് ഓരോ ദിവസം കഴിയും തോറും പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് പോകുന്നു. ഇതാണ് 2ാമത്തെ കാരണം. 3ാമത്തെ കാരണം 10 വർഷക്കാലത്തെ പാർലമെൻറ്റ് അംഗമെന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ ജനങ്ങൾക്കുള്ള ഒരു സ്വീകാര്യത നല്ലതുപോലെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആ 10 വർഷക്കാലം 24/7 എന്ന നിലയിൽ നാട്ടിൽ നിറഞ്ഞു നിന്ന് പ്രാദേശികമായ പ്രശ്നങ്ങളിൽ പോലും ഒരു പഞ്ചായത്ത് അംഗം ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളിൽ ഇടപെടുകയും അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പാർലമെൻറ്റ് അംഗമെന്ന ഏറ്റവും പ്രധാനവുമായ ചുമതല പാർലമെൻറ്റിൽ ഇടപെടുക, അവിടെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിലെ വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായ നിലയിൽ, കാരണം ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പാർലമെൻറ്റിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി വികസന പ്രവർത്തനങ്ങൾ ഈ 3 തലങ്ങളിലും ഈ കഴിഞ്ഞ 10 വർഷം പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നതൊരു ഏറ്റവും വലിയ ആസ്തിയാണ്. അതാണ് ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു സ്വീകാര്യത ഉണ്ടാകാനുള്ള കാരണം. രാഷ്ട്രീയ കാരണങ്ങൾക്കപ്പുറത്ത് ഈ 10 വർഷക്കാലത്തെ കോൺട്രിബ്യൂഷൻസ് വളരെ പ്രസക്തമാണ്. ഈ 3 ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുള്ളത്. പക്ഷേ അത് ഞാൻ ചേർത്ത് പറയാം, അമിതമായ ആത്മവിശ്വാസമല്ല.
ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. എനിക്കറിയാം ഞങ്ങളെ എതിർക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളാണ്. ഒന്ന് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള NDA സ്ഥാനാർത്ഥി, മറ്റൊന്ന് സംസ്ഥാനം ഭരിക്കുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള LDF സ്ഥാനാർത്ഥി. ഈ രണ്ട് സംവിധാനങ്ങളും ശക്തമാണ്. ഒന്ന് കേന്ദ്രം ഭരിക്കുന്നു, മറ്റൊന്ന് സംസ്ഥാനം ഭരിക്കുന്നു. സമ്പത്തിൻ്റെ കാര്യത്തിൽ, സംഘടനാ ശേഷിയുടെ കാര്യത്തിൽ, അധികാര ദുർവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളെ പ്രതിരോധിച്ചും അതിജീവിച്ചും വേണം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ലാഘവത്തോടു കൂടി കാണുന്നില്ല. എതിർ സ്ഥാനാർത്ഥി അല്പം പോലും ഗൗരവം കുറച്ച് കാണുന്നില്ല. നല്ല മത്സരമായി തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഒരു ലാഘവ ബുദ്ധിയും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്കില്ല. പ്രേമചന്ദ്രൻ, ഞാൻ മനസ്സിലാക്കി NK പ്രേമചന്ദ്രൻ എന്ന ആൾ വളരെ വ്യക്തമായി സ്ട്രെയിറ്റ് ആയി മറുപടി നൽകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയ ഒരു ചോദ്യം താങ്കളോട് ചോദിക്കുകയാണ്. 2014 ശേഷം താങ്കളെ വ്യക്തിപരമായ ഒരു പരാമർശം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. 2014 ഇലക്ഷൻ സമയത്ത് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ വ്യക്തിപരമായ ഒരു പരാമർശം KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. താങ്കളുടെ വീട്ടിനുള്ളിൽ, പൂജാമുറിക്കുള്ളിൽ നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ട് എന്നാണ് KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പരാമർശം നടത്തിയത്. ഷിബു ബേബി ജോൺ എന്നെ മറുപടി നൽകിയെങ്കിലും താങ്കൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല. കൊല്ലത്തെ ജനങ്ങൾക്ക് എന്നെ നല്ലതുപോലെ അറിയാം. KB ഗണേഷ് കുമാർ പറഞ്ഞതിന് ഒരു മറുപടിയും ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിനും രാഷ്ട്രീയ നിലവാരത്തിനും അനുസരിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നു. ഞാനതിന് മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. ഇത്രയും ബാലിശമായി, ഇത്രയും ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത്? ഞാനതിനെ പുച്ഛത്തോടു കൂടി അവഗണിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം MA ബേബിക്കെതിരെ 37,000-ലധികം ഉണ്ട്. അതിനുശേഷം അദ്ദേഹം വന്നപ്പോൾ, ബാലഗോപാൽ വന്നപ്പോൾ 1,48,000, 1.5 ലക്ഷം കടക്കും. ഞാൻ ഒരിക്കലും ഭൂരിപക്ഷത്തിൻ്റെ കണക്കേ പറയുന്നില്ല. ഒന്ന് ജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. ജയിക്കാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും സാമൂഹ്യ പശ്ചാത്തലവും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഭൂരിപക്ഷം ഒരു പ്രസക്തമായ കാര്യമേ അല്ല. ഭൂരിപക്ഷം അല്ലല്ലോ. നമുക്ക് നല്ല ഭൂരിപക്ഷത്തെ ജയിക്കണമെന്ന് തന്നെയാണ് താല്പര്യം. അതിനു വേണ്ടിയിട്ടുള്ള വർക്കാണ് ഞങ്ങൾ നടത്തുന്നത്. പക്ഷേ ആത്മവിശ്വാസം ആലസ്യത്തിലേക്ക് വീഴുന്നോ എന്നൊരു ആശങ്ക ഞങ്ങളുടെ തന്നെ ഘടകങ്ങളിൽ ഇപ്പോൾ നല്ലതുപോലെ ഉണ്ട്. കാരണം ചെല്ലുന്നിടത്തൊക്കെ ഒരു അനുഭവം ഞാൻ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാം. 10 വർഷം തുടർച്ചയായി പാർലമെൻറ്റ് അംഗമായിരുന്നതിന് ശേഷം പിന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറുണ്ട്. എനിക്കതെങ്ങും ഫീൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ മന്ത്രിയായിരുന്നതിന് ശേഷം മത്സരിച്ചപ്പോൾ എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെ ചെന്നാൽ, ഇപ്പോൾ കശുവണ്ടി വ്യവസായ മേഖലയിൽ ചെന്നാൽ, അതുപോലെ മറ്റ് കലാലയങ്ങളിൽ ചെന്നാൽ, സാധാരണ ജനങ്ങൾക്കിടയിൽ ചെന്നാൽ, അതുപോലെ വ്യാപാരി സമൂഹത്തിനിടയിൽ ചെന്നാൽ, എവിടെ ചെന്നാലും ലഭിക്കുന്ന ഒരു പൊതു സ്വീകാര്യത സത്യത്തിൽ വിസ്മയിപ്പിക്കുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പം അതൊരു ചെറിയ കാര്യമല്ല. അപ്പം നമ്മൾ നടത്തിയ കഠിനാധ്വാനത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം എന്നാണ് ഞാൻ അതിനെ കരുതുന്നത്. ഈ സാധാരണ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ചെല്ലുന്ന NK പ്രേമേന്ദ്രൻ പേരെടുത്ത് വിളിക്കും ആളുകളെ എന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? എനിക്ക് അത്യാവശ്യം ഈ നിയോജക മണ്ഡലത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയും പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ, കാരണം അത്രയ്ക്ക് ബന്ധമാണ്. എന്നെ ഒരു പരിപാടിക്ക്, ഒരു പ്രോഗ്രാമിന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഏത് പാർട്ടി, ഏത് മുന്നണി, ഏത് സമുദായം എന്ന് ഞാൻ നോക്കാറില്ല. ഡയറി എടുക്കുക, നോക്കുക, ആ ദിവസം ഫ്രീ ആണെങ്കിൽ അപ്പോൾ തന്നെ കുറിച്ച് കൊടുക്കുക. ആരാണെന്ന് പോലും അറിയുന്നില്ല. ഒരു ദിവസം ശരാശരി 10 മുതൽ 15 വരെ പരിപാടികളിൽ ഒരു ദിവസം പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. അപ്പം ഞാൻ പറഞ്ഞത് 2019 ഇലക്ഷന് ശേഷം ഈ 5 വർഷക്കാലവും ഞാൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിറഞ്ഞു നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പങ്കെടുക്കുന്ന പരിപാടികൾ, ചടങ്ങുകൾ, അതുപോലെ വികസന പ്രവർത്തനങ്ങൾ, വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഓടിയെത്തുന്ന ആ നിലയിൽ അതാണ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള രേഖ, വികസന രേഖ എന്നുള്ള അതിൻ്റെ പേര്. 24 MP 24/7 ലൈവ് എന്ന നിലയിലാണ് ഞാൻ ആ രേഖ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഇത് ഇത്രയും ഡെഡിക്കേറ്റഡായി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു റെക്കഗ്നീഷൻ, അതിനൊരു റെസ്പോൺസ് അത് ജനങ്ങളിൽ നിന്ന്, അതാണ് ഏറ്റവും ജയവും തോൽവിയേക്കാൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണത്തിൻ്റെ ഒരു ആത്മസംതൃപ്തി വാക്കുകളിലൂടെ പറയാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. അതാണ് ഈ ആത്മവിശ്വാസം. പ്രവർത്തകർ അവർ സ്ക്വാഡിന് പോകുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് അതാണ്. അപ്പോൾ അവരിലും ആത്മവിശ്വാസം, അതാണ് ആ അമിതമായ ആത്മവിശ്വാസം അപകടത്തിലാകുന്ന ആശങ്ക ഞാൻ നിരന്തരം പങ്കുവന്നുകൊണ്ട് നിങ്ങളുമായിട്ടല്ല ഞാൻ യോഗങ്ങളിൽ പോലും പരസ്യമായി പറയുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM വേണ്ട, പിണറായിലേക്ക് തന്നെ വരാം. പിണറായി ഈ മണ്ഡലങ്ങളിലെല്ലാം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ഒരു വിദ്വേഷം താങ്കളോടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി. അതാണ് നമുക്കറിയാമല്ലോ. TP ചന്ദ്രശേഖരൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് നമുക്കറിയാം. ഞാൻ അതിൻ്റെ ഉള്ളറകളിലേക്കൊന്നും ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല.
അപ്പം ഈ പകയും വിദ്വേഷവും രാഷ്ട്രീയത്തിൽ ഒരിക്കലും നല്ലതല്ല. ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ താങ്കളോട്? അദ്ദേഹം മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വ്യക്തിപരമായ ഒരു വിദ്വേഷമുണ്ടോ എന്ന സംശയം ഉണ്ട്. പക്ഷേ അദ്ദേഹം എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞാൻ വിളിച്ചു, അദ്ദേഹം വന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ വിളിക്കുന്ന പരിപാടികളിലെല്ലാം ഞാൻ കൃത്യമായി പങ്കെടുക്കാറുണ്ട്, അത്യാവശ്യം കണ്ട് സംസാരിക്കാറുണ്ട്. വേറെ വ്യക്തിഗതമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പകയും വിദ്വേഷവുമില്ല. രാഷ്ട്രീയത്തിൽ വിവിധ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കും, വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കും. നിങ്ങൾ അതൊന്നും അല്ലല്ലോ, നമ്മളിപ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ വിടുക, വ്യക്തിപരമായ വിഷയങ്ങൾ അങ്ങനെ മാറ്റും. പക്ഷേ നമ്മൾ ഇവിടെ ഈ സ്റ്റേറ്റ് വൈഡായി CPM അതുപോലെ LDF അതുപോലെ തന്നെ NDA ഒരു ഫോർമുല വർക്കൗട്ട് ആവുന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. താങ്കളുടെ ഈ മണ്ഡലത്തിൽ ആ ഒരു ഫോർമുല ഉണ്ടോ? അവർ തന്നെ സംശയമുണ്ട്, എനിക്ക് സംശയമുണ്ട്. കാരണം അത് ഡയറക്റ്റ് ആയിട്ടല്ല. ഫോർ എക്സാമ്പിൾ, പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വന്ന് പങ്കെടുത്ത യോഗങ്ങളേതാ? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത 3 യോഗങ്ങളും മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലാണ്. നടത്തിയ പ്രസംഗത്തിന്റെ ഉള്ളടക്കം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം കേരളത്തിൽ നടത്തുന്ന, ഞാൻ അതാണ് പറഞ്ഞത്, കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദി മതപരമായ വിഭാഗീയതയിലൂടെ ഒരു പോളറൈസേഷൻ, ധ്രുവീകരണം സൃഷ്ടിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണ് കേരളത്തിൽ പിണറായി വിജയൻ മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തെ പാർശ്വവൽക്കരിച്ച് അവരെ വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഹീനശ്രമമാണ് നടത്തുന്നത്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൊല്ലം പോലെയുള്ള തൊഴിലാളി വർഗത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ വന്ന് സംസാരിക്കുന്നത് കേന്ദ്രം തിരഞ്ഞെടുക്കുന്നത് എവിടെയാണ്? ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നത്. ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത ആഴ്ച എല്ലാ നിയോജക മണ്ഡലങ്ങളിലും റാലിയാണ് പൗരത്വ നിയമ ഭേദഗതി. എന്താ ലക്ഷ്യം? പൗരത്വ നിയമ ഭേദഗതിയോടുള്ള വിയോജിപ്പാണോ? അല്ല. മുസ്ലിം മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ സംരക്ഷണത്തിന് ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് അവരുടെ വോട്ട് നേടാൻ. ഒരു സിൻസിയറിറ്റി ഇല്ല, ഒരാത്മാർത്ഥതയും ആ വിഷയത്തിലില്ല. BJP ലക്ഷ്യം വെക്കുന്നത് എന്താ? BJP ജനുവരി മാസം 22-ാം തീയതി രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നടത്തി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ പോളറൈസേഷൻ സൃഷ്ടിക്കാനാണ്. ഈ ഒരു പോളറൈസേഷൻ, ഈ ഒരു മതപരമായ ധ്രുവീകരണം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഇതിൽ തെരഞ്ഞെടുപ്പ് ചെയ്യും. പക്ഷേ അതിൽ ഇന്ത്യൻ മുസ്ലിംസ് വളരെ പക്വമായ ഒരു നിലപാട് സ്വീകരിച്ചു. അവർ പറഞ്ഞു, ഏതായാലും ഇതൊരു ആരാധനാ കേന്ദ്രമാണ്, ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ആരാധന, ഞങ്ങൾ ആ തർക്കത്തിന് ഇനിയില്ല. ആ പ്രശ്നം അങ്ങനെ കെട്ടടങ്ങി. അതുകൊണ്ടാണ് അപ്പം തങ്ങൾ ഉദ്ദേശിച്ച പ്രാണപ്രതിഷ്ഠ കൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രപ്രതിഷ്ഠ മുഖാന്തരത്തിലൂടെ ലക്ഷ്യം വെച്ച കാര്യം നടക്കാതെ വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ട് തലേ ദിവസം പൗരത്വ നിയമ ഭേദഗതി നിയമം അസാധാരണ ഗസറ്റിലൂടെ വിജ്ഞാപനം ചെയ്ത്. എന്താ ലക്ഷ്യം? ഈ പോളറൈസേഷൻ സൃഷ്ടിക്കുക. എന്താ CPM ചെയ്യുന്നത്? ആ ധ്രുവീകരണത്തിന് അനുകൂലമായ ക്യാമ്പയിനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP ലക്ഷ്യം വെക്കുന്നത്, സാക്ഷാത്കരിക്കുന്നത് CPM-ലൂടെയാണ്. നിങ്ങൾ സൂക്ഷ്മ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. BJP-യെ മഹത്വവൽക്കരിക്കുകയും BJP-യെ ശാക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രപരമായ ദൗത്യം കേരളത്തിൽ പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നു. അത് മുസ്ലിം മതന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകരാണ് തങ്ങൾ എന്ന് വരുത്തി തീർത്തുകൊണ്ടൊരു ക്യാമ്പയിൻ നടത്തുക, അതിലൂടെ ഒരു കൗണ്ടർ റിയാക്ഷൻ ഇപ്പുറത്തുണ്ടാക്കിയെടുത്ത് BJP-യെ മഹത്വവൽക്കരിക്കുക. ഇതാണ് അവർ ചെയ്യുന്നത്. ഇത് മതേതര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. പൗരത്വ നിയമ ഭേദഗതിയും രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൂടെ BJP ലക്ഷ്യം വെച്ച മതപരമായ ധ്രുവീകരണം നടക്കാതെ വരുമ്പോൾ അത് നടപ്പാക്കാനല്ലേ കേരളത്തിൽ CPM പരിശ്രമിക്കുന്നത്. ഇതൊരു മതേതര പാർട്ടിക്ക് പറ്റിയ പരിപാടിയാണോ ഇത്? അവസാനമായി ഒരു ചോദ്യം കൂടി. കഴിഞ്ഞ ദിവസം കൂടി ഒരു സർവേ പുറത്തു വന്നു. ഈ സർവേകളിൽ വിശ്വസിക്കുന്നുണ്ടോ? സർവേകൾ ഭാഗികമായി ശരിയാകാം, പൂർണ്ണമായും ശരിയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കേരളത്തിലൊരു ചാനൽ ഞാൻ പരാജയപ്പെടുമെന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പ്രവചിച്ചാണ് കണക്കുകൾ നിരത്തിക്കൊണ്ട്. ഇത് ശരിയാകാം, തെറ്റാകാം. അതിനകത്ത് ആ ഒരു മിക്സഡ് റിയാക്ഷൻ മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റൂ. പൂർണ്ണമായും ശരിയാകുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ജനങ്ങളാണ് അവസാന തീരുമാനമെടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പോട്ടെ, വോട്ട് ചെയ്യാൻ പോകുന്ന നിമിഷം ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സംഭവവികാസം പോലും തെരഞ്ഞെടുപ്പ് വിധിയെ ബാധിക്കും. നമുക്കറിയാം, നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്ന ദിവസമാണ് സത്യത്തിൽ VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരൻ്റെ വസതി സന്ദർശിക്കുന്നത്. അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തായിരുന്നു? രമയെ പോയി കണ്ട്, KK രമയെ പോയി കണ്ട് സാന്ത്വനപ്പെടുത്തുന്നത്
നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെയാണ്. അതപ്പോൾ തന്നെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യണോ. എന്തൊരു ഇമ്പാക്റ്റ് ആയിരുന്നു നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിലുണ്ടായത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവസാന നിമിഷം ഒരു വോട്ടിംഗ് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആ ബൂത്തിലേക്ക് കയറുമ്പോൾ തൊട്ട് മുമ്പ് കിട്ടുന്ന വാർത്ത പോലും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് ഇതൊന്നും പ്രഡിക്റ്റബിൾ അല്ല. അതാണ് നമ്മൾ സാധ്യതകൾ വെച്ച് വിലയിരുത്തി ജയിക്കും തോക്കുമെന്ന് പറയുന്നതിനപ്പുറത്ത് അവസാന വിധി പറയേണ്ടത് ജനങ്ങളാണ്. ജനവിധി തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൃത്യമായി നമുക്ക് പറയാൻ കഴിയൂ. അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത കാണുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ ആശംസകൾ നേരുകയാണ്. താങ്ക് യു. അടുത്ത തെരഞ്ഞെടുപ്പിനും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.